ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ആഷ് ഗെയിമിങ്ങിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫേസ് ഒന്നും വെക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ബോളിൻ്റെ തേഴ്സ്ഡേ അപ്ഡേറ്റ്, ഇന്നത്തെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സും ഫീച്ചേഴ്സും. ജസ്റ്റ് ഒരു ചെറിയൊരു പാച്ച് അപ്ഡേറ്റ് ആണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ അവർ കൊണ്ടുവന്നേക്കുക. എന്തായാലും അവരുടെ ആ സ്ക്രീൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ലോഗിൻ സ്ക്രീൻ എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്. നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സാധാരണ എല്ലാ തവണയും തരുന്ന പോലെ 10,000 GB. അത് നമ്മുടെ ലോഗിൻ ബോണസ് അല്ലേ, സാധാ ലോഗിൻ ബോണസ് കിട്ടിയിട്ടുണ്ട്. അത് 900 മില്യൻ്റെ ഡൗൺലോഡ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒരു 10,000 കോയിൻ. ഇതിനകത്ത് നമുക്ക് 9ാമത്തെ ദിവസം ഒരു 50 കോയിൻ. ഇപ്പോൾ നമ്മൾ 6 ദിവസമായി. അപ്പോൾ 9ാമത്തെ ദിവസം ഒരു 50 കോയിൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഉള്ളതായിരുന്നു. അമ്മേ സൂപ്പർ, യൂഗിയോയുടെ കൊളാബറേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റേ ഇതിനകത്ത് കണ്ടില്ലേ, ലോഗിൻ സ്ക്രീനിൽ കണ്ട പോലെ തന്നെ യൂഗിയോയുടെ കൊളാബറേഷൻ. ഓക്കെ, ഇതിനകത്ത് കോയിൻ ഉണ്ടല്ലോ. നോക്കാം എത്ര എത്ര കോയിൻ. 10, 20, 30. 7ാമത്തെ ദിവസം 100, 130, 140, 150, 160. 14ാം ദിവസം ഗ്യാസ് 200 കോയിൻ. അമ്മേ 200 കോയിൻ. മൊത്തം എല്ലാം കൂടെ 360 കോയിൻ 14 ദിവസം കൊണ്ട്. ഗ്യാസ് നിങ്ങൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 360 കോയിൻ കിട്ടും. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഈ ഫുട്ബോളിന് മുന്നേ പെസ് ആയിരുന്ന സമയത്താണ് എനിക്കൊന്ന് ഇങ്ങനെ കോയിൻ തന്നിട്ടുള്ളവർ. എന്തോ പറ്റി 2026 അപ്ഡേറ്റിന് ശേഷം ഇമാർ കൊണാമി നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇമാർ നന്നായി. ഈ 2025 അവസ്ഥയൊന്നും പറയണ്ടായിരുന്നു. നോക്കാം, അടുത്ത് നോക്കാം. അപ്പോൾ 10 കോയിൻ ഇന്ന് കിട്ടിയും അടുത്ത 14 ദിവസം ആകുമ്പോഴത്തേനും 360 കോയിൻ. ഓക്കെ, അടിപൊളി. ഇതെന്താ ഫ്രീ കാർഡ്? ഓ, നെയ്മർ ജൂനിയറുടെ ഫ്രീ കാർഡ്. യൂഗിഹോ കൊളാബറേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നെയ്മറിൻ്റെ ഫ്രീ കാർഡ്. വലിയ പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല, കാരണം ഫ്രീ കാർഡ് ആയതുകൊണ്ട് അവർ മറ്റേ നമ്മുടെ പവറൊക്കെ കുറച്ച കാർഡായിരിക്കും. നോക്കാം. ഇത് നമ്മുടെ ബാലൻഡിയോറിൻ്റെ ഭാഗമായിട്ടുള്ള കാർഡ്. ഇത് പ്രൊഡിക്റ്റബിൾ ആയിരുന്നു, ഇങ്ങനൊരു കാർഡ് വരുന്നുണ്ടെന്ന് എല്ലാം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓസ്മാൻ ഡംബലിൽ സ്കിൽ എന്തൊക്കെയാണ്? മൊമെൻറ്റം ട്രിബിളിങ്, പ്ലെയർ സ്കിൽ, വിഷണറി പാസ്. ഓക്കെ, മൊമെൻറ്റം ട്രിബിളിങ്ങിനേക്കാളും റിസ്കുകളായിരുന്നു നല്ലത്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യണോ വേണ്ടോ, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് താഴെ കമൻറ്റ് ചെയ്യും. പാക്ക് ഓപ്പൺ വേണമെങ്കിൽ നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം വേറെ ആരൊക്കെയുണ്ട്. റഫീനയുടെ കാർഡുണ്ട്, പക്ഷെ അത് സാധാ കാർഡാണോ? അയ്യോ, സാധാ ഹൈലൈറ്റ് കാർഡ് കേട്ടോ. നോക്കാം അതിൻ്റെ കാർഡ് ടൈപ്പ് നോക്കട്ടെ. വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ. കാർഡ് ടൈപ്പ് ഹൈലൈറ്റ്. സാധാ ഹൈലൈറ്റ് കാർഡ് കൊടുത്ത മോശം ഇപ്പോൾ. എന്തായാലും കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, അടുത്ത്. ഓക്കെ, അപ്പം ഇത്രയാണെന്ന് തോന്നുന്നു നമുക്ക് പുതുതായിട്ട് വന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നെയ്മറിൻ്റെ കാര്യം നോക്കാം. നെയ്മറിൻ്റെ നമ്മുടെ ഇത് ഇവിടെ കിടന്നുണ്ട്. കാർഡ് ടൈപ്പ് നോക്കാം. ആണ്, സെക്കൻഡ് സ്ട്രൈക്കറാണ്, ഡാർക്ക് മജീഷ്യനാണ്. എനിക്ക് ഈ കാർഡ് കണ്ടിട്ട് വലിയ ഗുണമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം നമുക്ക് നോക്കാം, പ്ലെയർ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം എന്തൊക്കെയാണ്. യുഗിഹോയുടെ കൊളാബറേഷൻ. ഗൈസ്, ഞാൻ ഈ അനിമയൊന്നും വലുതായിട്ട് ഫോളോ ചെയ്യാത്ത ആളാണ്. നിങ്ങൾക്ക് ഈ യുഗിഹോ എന്താണെന്നൊക്കെ പറയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും. നല്ല അനിമയാണെങ്കിൽ പറയും. ഫോം സ്റ്റാൻഡേർഡ് ഫോം കൊടുത്തേക്കുന്നത്, അൺവേവറിങ് അല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലെയർ നോക്കി പ്ലേയിങ് സ്റ്റൈൽ നോക്കിയാൽ മതി. പിന്നെ സ്റ്റാമിന ഭയങ്കര കുറവായിട്ടൊക്കെ 66 ഉള്ളൂ. നോക്കാം. ഒക്കേഷണലി നോൺ ഡൊമിനൻ്റ് ലെഗ് പ്രിസിഷൻ വെരി ഹൈ ആണ്. ഇഞ്ചറി റെസിസ്റ്റൻസ് ലോ ആയി. ഗൈസ്, ഡബിൾ ടച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡബിൾ ടച്ച് വെച്ച് കളിക്കും. നോ ലുക്ക് പാസ്, പെനാൽറ്റി, ഗെയിംമാൻഷിപ്പ്. വേറെ ഗുണമുള്ള സ്കില്ലൊന്നും, ആകെ ഡബിൾ ടച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ അഡിഷണൽ സ്കില്ല് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഒരു സാധാ ഹൈലൈറ്റ് കാർഡ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, വലിയ പവറൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ലോഗിൻ ബോണസ്. നെക്സ്റ്റ് മിഷൻസിനകത്ത് 900 മില്യൺ ക്യാമ്പയിൻ്റെ മിഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ലെവൻഡോസ്കിയുടെ കാർഡ്. അത് ആദ്യത്തെ ഒരാഴ്ച അഡ്വാൻസ് സ്ട്രൈക്കർ, അത് മറ്റേ ഗോൾ പോച്ചർ ആയിരിക്കും. ഗോൾ പോച്ചറാണ്. അഡ്വാൻസ് സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഗോൾ പോച്ചറാണ്. ഞാൻ ഈ സ്പെയിൻ ഇട്ടേക്കുന്നുണ്ട്. ഹെഡിങ്, ലോങ് റേഞ്ച്, വേറിൽ ലോങ് റേഞ്ച് ഷൂട്ടിങ്, ആക്രോബാറ്റിക് സ്റ്റേഷൻ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവല്ലോ, അപ്പോൾ ഞാൻ നോക്കുന്നില്ല. ഇതാണ് യുഗിഹോയുടെ കൊളാബറേഷൻ. നോക്കാം.
ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 18 ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്താൽ ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് കിട്ടും. കാര്യമില്ല. ഇതെന്തുവാ? ഇതും ബാഡ്ജ്. എല്ലാം ബാഡ്ജ് മാത്രമേ ഉള്ളൂ. ഓ ഓ ഓ ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇത് കൊള്ളാം. എംആർക്ക് ബിറ്റ്വീൻ ടൂർ ഇവൻറ്റ് മാച്ചസ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് ഡീൽ കിട്ടും. അത് ഫ്രാൻസിൻ്റെ 3 പേരെ കിട്ടും. അപ്പോൾ ഫ്രാൻസിൻ്റെ എന്തെങ്കിലും പാക്ക് ഉണ്ടാവും, അതായിരിക്കും എങ്ങനെ കിടക്കണം. പിന്നെ അത് അടുത്ത വീക്കിലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ 2 ചാൻസ് ഡീൽ ഉണ്ടല്ലേ. മാച്ചസിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് നെക്സ്റ്റ് വീക്കിലാണ്. എന്തായാലും നിങ്ങളെല്ലാം കളിച്ച് നോക്ക്, റിവാർഡ്സ് ഒന്നും കളയണ്ട. അതേപോലെ തന്നെ 900 മില്യൺ ഡൗൺലോഡ്സിൻ്റെ ലോഗിൻ നമുക്ക് ഇത് 15 ഒബ്ജക്റ്റീവ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടും, അഡ്വാൻസ് സ്കിൽ ടോക്കൺ കിട്ടും. ഇതൊന്നും വലിയ കാര്യമില്ല, നമുക്ക് വലിയ എന്താ ചാൻസ് ഡീൽസ് ഒന്നും കിട്ടുന്നില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് അടുത്ത പ്ലെയർ ഓഫ് ദ വീക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ്. അടിപൊളി. ഇത് നല്ലൊരു മൂഞ്ചിക്കലാണ്. കാരണം സെലക്ഷൻ കോൺട്രാക്റ്റ് ഈ ഒരു ചാൻസ് ഡീൽ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം 4 സ്പിന്നെങ്കിലും അതിനകത്ത് ചെയ്യണം. എന്നാലേ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടില്ല. മനസ്സിലായ? നിങ്ങൾ അതെന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിൽ പോയിട്ട് വെയിറ്റ് ആഹാ അമ്മേ, ബ്രസീലിയൻ ലീഗ്. എടാ നെയ്മറിന്റെ ഓളി ക്ലാസിക് നമ്പർ 10ന്റെ കാർഡ്. ഇത് നോക്കിയാൽ എല്ലാത്തിനും ബൂസ്റ്ററാ. എല്ലാത്തിനും പച്ച എത്തി കിടക്കുന്നു, ബൂസ്റ്റ് ആയിട്ടുണ്ടോ? ഇതെന്താ ഇങ്ങനെ വെരി ഹൈ? ഇത് അവന്മാർ ഫോം സ്റ്റാൻഡേർഡാ. ഇതെങ്കിലും ഒന്ന് അൺവേവറിങ് കൊടുക്കടേ. എത്ര ടോട്ടലിന് എത്ര കയറും? 102 പോകുന്ന നെയ്മാണ്. അപ്പോൾ മാനേജറോട് വരുമ്പോൾ ഒരു 106 107 റേഞ്ച് എന്തായാലും മിനിമം പോകും. ഇത് കറണ്ടില് ഇപ്പം എത്ര വയസ്സുള്ള 33 വയസ്സായി ഇപ്പോഴത്തെ കാർഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലേയിങ് സ്റ്റൈൽ നോക്കും. പക്ഷെ അത്യാവശ്യം നല്ല ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ പാക്കേജ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഫുള്ള് അവിടെ പച്ചത്തി കിടക്കുന്നത് ആട്രിബ്യൂട്ട്സിൽ. ഡബിൾ ടച്ച്, വൺ ടച്ച് ഷോട്ട്, വൺ ടച്ച് പാസ്. നമുക്ക് വൺ ടച്ച് പാസ് നമുക്ക് വേണ്ട. 2 പാസിങ്, ഫിനോമിനൽ പാസിങ് ആണ് എൻ്റെ മെയിൻ സാധനം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള പ്ലേയേഴ്സ് ലൂയിസ് അറാഹാവോ, ജാക്വിൻ പിക്വേറസ്, ആൽബർസിൻ്റെ പ്ലെയർ, എവർട്ടൺ റിബറിയോ. ഓക്കെ, ഇതൊക്കെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കറക്കാം. ഇതൊരു വെർത്തി പാക്ക് എന്താ, കാരണം 100 പ്ലേയേഴ്സേ ഉള്ളൂ. ഇതിനകത്ത് 4 ഷോർട്ട് ടൈം കാർഡ്സ് ഉണ്ട്. ഇത് നെയ്മറിനെ കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഒരു ട്രയലൊക്കെ നെയ്മറിനെ കിട്ടുവാണെങ്കിൽ സെറ്റാണ്. നല്ലൊരു വെർത്തി പാക്കായി. ഇത് പിന്നെ ജപ്പാനീസ് ലീഗ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, അവരെത്ര കാർഡ് കൊണ്ടുവന്നാലും നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യാറില്ല. ഇതാ ഞാൻ മുമ്പ് പറഞ്ഞ സെലക്ഷൻ കോൺട്രാക്റ്റ്. സെലക്ഷൻ കോൺട്രാക്റ്റ് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ കോയിൻ കൊടുത്ത് കറക്കുന്ന ഇത് കണ്ട, ഇതിനകത്ത് നിങ്ങൾ 4 തവണ കറക്കിയാലേ ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടുള്ളൂ. അതാണ് സംഭവം. അല്ലാതെ നിങ്ങൾ ഗെയിം കളിച്ചത് എത്ര കളിച്ചെന്ന് പറഞ്ഞാലും സെലക്ഷൻ കോൺട്രാക്റ്റ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് മറ്റേ മാച്ചസ് കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാൻസ് ഡീൽ കിട്ടും. അതാണെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം കറക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും, അങ്ങനെയുള്ളൂ. പക്ഷേ സെലക്ഷൻ കോൺട്രാക്റ്റ് അങ്ങനെയല്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ആരെ വേണമെങ്കിലും ഇതിനകത്ത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലെയറിന് സൈൻ ചെയ്യാം. അതേപോലെ തന്നെ വേൾഡ് വൈഡും അതേപോലെ തന്നെ സെലക്ഷൻ കോൺട്രാക്റ്റ് എന്ന് കാണുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതായത് 4 കറക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇതൊക്കെ പിന്നെ പഴയ വാക്കുകളാണ്. ഇതാണ് ഞാൻ ഫ്രാൻസിൻ്റെ ഫിഗ്യൂട്ടിഫോ. ഇത് കൊള്ളാം. ഇത് നോക്കട്ടെ. ആകെ 5 ഇതാണ്. 5 പേരെ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഞാൻ കണ്ടായിരുന്നു 3 എണ്ണം ഓൾറെഡി 3 4 എണ്ണം അകത്ത് കിടപ്പുണ്ട്. പിന്നെ അടുത്ത വീക്കിൽ എങ്ങോട്ട് ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എംബപ്പയുടെ കാർഡും ഈ ജൂലിയസ് കുണ്ടയുടെ കാർഡും ഒക്കെ ഭയങ്കര വൃത്തിയാണ്. കാരണം നമുക്കറിയാമല്ലോ ജൂലിയസ് കുണ്ടയുടെ പണ്ടൊരു ബാഴ്സലോണയുടെ കാർഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ റൈറ്റ് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ആളെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ റൈറ്റ് ബാക്ക് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അമ്മാതിരി പ്ലെയിൻ സ്റ്റൈലാണ്. അതേപോലെ തന്നെ കിലിയൻ എംബാപ്പയുടെ കാർഡ് എനിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. നമുക്കൊരു കാർഡ് പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, നോക്കാം നമുക്ക്. അതേപോലെ നോക്കാം. പിന്നെ ഇതെല്ലാം പഴയ കാർഡുകളാണ്. നമുക്ക് മറ്റേ ഈ ഫുട്ബോൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ പഴയത് തന്നെ, വേറെ പ്രത്യേകിച്ച് പുതിയതൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ദിവസത്തെ അപ്ഡേറ്റിൽ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഡെയിലി ഗെയിം ഉണ്ട് സാധാ, നമുക്ക് അതിൻ്റെ ഒരു പെനാൽറ്റി അടിച്ച് നോക്കാം.
പെനാൽറ്റി. ഓക്കെ ഓക്കെ, ഇപ്പോൾ പെനാൽറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് റൗളിൻ്റെ ഒരു ചാൻസ് ഡീൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം റൗളിനെ കിട്ടുമോയെന്ന്. എൻ്റെ വായം വെച്ച് റൗളിനെ എനിക്ക് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ 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 ഓക്കെ, കോൺട്രാക്ട്സ്. എനിക്ക് ഈ റാഫേൽ ലിയോയെ കിട്ടിയ കൊള്ളാമെന്നുണ്ട്. റാഫേൽ ലിയോയുടെ കാർഡ് എനിക്ക് ഇതിലായിട്ട് കിട്ടില്ല. അതുപോലെ റൗളിനെ കിട്ടിയാൽ നല്ലതായിരിക്കും. ഡമ്മീറഫറാണ്, എന്നാലും കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ആ, ഉണ്ട കിട്ടി. ഓക്കെ, ഏതോ ഒരു ടോപ്പ് ലീഗ് പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ബർക്കർ അവസർ. ഓക്കെ, കൊള്ളാം. ഇപ്പം തന്നെയാണ് റിലീസ് ചെയ്തത്. ഓക്കെ ഓക്കെ, ഇനി എന്തിനാണോ കൊണാമി ഇങ്ങനത്തെ പ്ലേസിന്? എന്തായാലും 360 കോയിനുണ്ട് ഗൈസ്, നിങ്ങളത് മറക്കാതെ തന്നെ അത് എടുക്കണം. പിന്നെ ഈ യുഗിഹോ കൊളാബറേഷൻ ക്യാമ്പയിൻ 27 ദിവസമുണ്ട്. നിങ്ങൾക്ക് പതുക്കെ കളിച്ചാൽ മതി, പതുക്കെ കളിച്ചെടുക്കും. പിന്നെ വാലണ്ടിയർ കാർഡ് എനിക്ക് തോന്നുന്നു ഡെമ്പല്ലയുടെ കാർഡ് നല്ല ഒന്നാം തരം കാർഡായിരിക്കും. നിങ്ങളതനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. മിക്കവാറും അടുത്ത വീഡിയോയിൽ കൂടെ നമ്മൾ ഫേസ് ക്യാം ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കും. കാരണം ഇപ്പം ഫേസ് ക്യാമിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഫേസ് ക്യാം സെറ്റ് ചെയ്തിട്ട് കളിയാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു. അപ്പം മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.